സ്വർഗീയ സൈന്യാധിപ ദൂതനാം മീഖായേലേ, മധ്യസ്ഥം തേടി വരും ഞങ്ങളെ കാത്തിടണേ. മാലാഖവൃന്ദത്തിൻ്റെ മുഖ്യനാം ദൈവദൂത ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ കാത്തിടണേ. ജീവിതയാത്രയിലും പ്രതിസന്ധി വേളയിലും സന്ദേശവാഹകനായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്വർഗീയ സൈന്യാധിപ ദൂതനാം മീഖായേലേ, മധ്യസ്ഥം തേടി വരും ഞങ്ങളെ കാത്തിടണേ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ നൊവേന ഏറ്റു നടത്തുന്നവരെയും ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. തീമ്പലങ്ങാട്ട് ഐവനും കെവിനും, കടിയക്കുഴിയിൽ ടോബിൻസ് ജോസ്, കൊള്ളിക്കുളവിൽ ദിയ, പ്ലാപ്പറമ്പിൽ റോയിയും മിനിയും മരിയയും, ഖത്തർ കല്ലൂളം സുനിയും കുടുംബാംഗങ്ങളും, പാല തിരമ്പറമ്പിൽ ദിവ്യ, തോമ്പുനയിൽ ജെബി പോൾ, കാരമുള്ളിൽ ജിബിൻ കപ്പാട്, ഗുഷപ്പേട് സ്കൂൾ ആക്കുളം, പനക്കൽ സിജോ കാഞ്ഞിരപ്പള്ളി, ചേരാളി ടിറ്റോ സി ടോം, തൊമ്മിത്താഴെ അമലു നെച്ചിത്തൊഴു, ഞാവളിൽ റോസി സ്റ്റാൻലി അഞ്ചലിപ്പ, മാളേക്കിൽ ജിയായും ജിനുവും, തേമ്പലങ്ങാട്ട് രമ്യ റോബിൻ, വട്ടമറ്റം ജിതിൻ ഫെൽപ്പ്, അമ്മനത്തൂന്നേൽ ഷിജോയും കുടുംബാംഗങ്ങളും, തോമ്പുനയിൽ ടോണിയും റിയായും, പൊളച്ചിറക്കിൽ ഷാനു ജോൺ, മംഗലപ്പള്ളിയിൽ ഷൈനിയും കുടുംബാംഗങ്ങളും, കോയിക്കുന്നേൽ നിറ്റിയും കുടുംബാംഗങ്ങളും, ചേർപ്പങ്കൽ പാലക്കൽ മിൻഡായും ദിബിനും മിലാനും ജർമ്മനി, പുലതുരുത്തിയിൽ അമൽ ന്യൂസിലാൻഡ്, പുലതുരുത്തിയിൽ ഷാജിയും കുടുംബാംഗങ്ങളും, കുന്നുംപുറത്ത് പാപ്പച്ചനും ലില്ലിക്കുട്ടിയും, ഓണയാത്തുംകുഴി ഫെബിൻ ചെറിയാൻ, മണ്ണൂർ മേരിക്കുട്ടി ജോസഫ്, ചക്കുങ്കൽ ലാലിച്ചനും കുടുംബാംഗങ്ങളും, ചേരാടിൽ മൈക്കിൾ മേരിക്കുട്ടിയും ഒരു വിശ്വാസി, തലപ്പേൽ ജോമൽ, മനയാനി ബിജി തോമസ് എറണാകുളം, തളിയപ്പറമ്പിൽ ജോസും കുടുംബാംഗങ്ങളും, തൊങ്കുഴി ഡോൺ ജോബി തിരുവനന്തപുരം, കുമ്പിളുവേൽ റോഷ്നി മേരി ഷാജി നെടുങ്കുന്നം, പാട്ടത്തിൽ മാത്യു മരിയറ്റയും ജോസും, കരുനാട്ട് ടോം സെബാസ്റ്റ്യൻ കുടുംബാംഗങ്ങളും, അറക്കൽ ഷാജിയും കുടുംബാംഗങ്ങളും, കളത്തൂർ കരുനാട്ട് ചാർലിയും കുടുംബാംഗങ്ങളും, തെമ്പിലങ്ങാട്ട് ജുവൽ എബ്രഹാം UK, തെമ്പിലങ്ങാട്ട് ജുവൽ എബ്രഹാം UK, പുനത്താനത്ത് കുന്നേലാനുവും ആശിഷും, പാല വെച്ചുക്കരോട്ട് മാത്തച്ഛനും കുടുംബാംഗങ്ങളും, കളമശ്ശേരി ഞൊണ്ടിമാക്കൽ ജെയിംസ് കൊല്ലമുള, ഐപ്പൻപറമ്പിൽ ഷീബ ജോജോ പാല ഒരു വിശ്വാസി, വാണിയമ്പറമ്പിൽ റോബിൻ തോമസും കുടുംബാംഗങ്ങളും, പൈക വള്ളിക്കുന്നേൽ ജോമോനും കുടുംബാംഗങ്ങളും, കാനഡ തിമ്പലങ്ങാട്ട് ജൂലിയറ്റ് കരിക്കാട്ടൂർ, തകടിയേൽ ജോസൂട്ടിയും കുടുംബാംഗങ്ങളും ഒരു വിശ്വാസി, പാലക്കൽ ആജിഷും കുടുംബാംഗങ്ങളും, ആക്കാട്ട് ജോസും കുടുംബാംഗങ്ങളും, മേലേൽ ഡിയോൺ ജേക്കബ് ജോജോ, നിലക്കത്താനും ടോമിച്ചനും കുടുംബാംഗങ്ങളും, നിലക്കത്താനും ചാക്കോച്ചൻ, വടക്കേൽ റോസ്മോളും കുടുംബാംഗങ്ങളും, കപ്പാട് വെണ്ണയാപ്പള്ളി നിഷയും കുടുംബാംഗങ്ങളും, ചക്കാമ്പുഴ പാമ്പൂരിക്കൽ തോമസ് കുട്ടിയും കുടുംബാംഗങ്ങളും, പുത്തൻപറമ്പിൽ ടോമിച്ചനും കുടുംബാംഗങ്ങളും, പുത്തൻപറമ്പിൽ ടോമിച്ചനും കുടുംബാംഗങ്ങളും, പാലമ്പ്ര ചന്ദ്രകുന്ന് റോണി എബ്രഹാം പ്രവിത്താനും, ചേരാട് രമ്യയും കുടുംബാംഗങ്ങളും, കുന്നുംപുറത്ത് മാത്തുക്കുട്ടി തിരുവാങ്കുളം, മൈലാടിയിൽ ഇസബൽ UK, പടിഞ്ഞാറ്റയിൽ അനിറ്റ പി ജോസ് ഒരു വിശ്വാസി, പുനത്താനത്ത് ഊന്നാൽ അനുവും ആശിഷും, പാല വെട്ടിക്കാട്ട് എബ്രഹാം കുടുംബാംഗങ്ങളും, തിരുവനന്തപുരം. ഇവരെല്ലാവരെയും ഇവരുടെ നിയോഗങ്ങളെയും പ്രത്യേകമായിട്ട് ഇന്നത്തെ നൊവേനയിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെ ഈ നൊവേനയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേലിൻ്റെ കരങ്ങളിലൂടെ ഈ നിയോഗങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നൊവേന ആരംഭിക്കുന്നു. സർവശക്തനും പരമപരിശുദ്ധനുമായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന മാലാഖമാരോടുകൂടി ഞങ്ങളും ഉദ്ഘോഷിക്കുന്നു.
അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, മാലാഖമാരിൽ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടികളുടെ മകുടമായി മനുഷ്യനെ അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. ഞങ്ങളെ സംരക്ഷിക്കുവാനായി മാലാഖമാരെ അങ്ങ് നിയോഗിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സർവ്വസൈന്യാധിപനും മുഖ്യദൂതനുമായ മിഖായേൽ മാലാഖായ സഭയുടെ കാവൽക്കാരനും ഞങ്ങളുടെ പ്രത്യേക സംരക്ഷകനുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മിഖായേൽ മാലാഖയുടെ മാസത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന ഈ സമൂഹത്തെ അങ്ങ് കനിവോടെ തൃക്കൺ പാർക്കണമേ. ജീവിത ക്ലേശങ്ങളാലും ആത്മീയവും ശാരീരികവും മാനസികമായ വ്യഥകളാലും ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കുവാൻ അവിടുത്തെ മുഖ്യത്തിനോട് കൽപ്പിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. ദൈവജനത്തിന് ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ വിശുദ്ധ മിഖായേലേ, മാലാഖവൃന്ദത്തിന്റെ തലവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ പ്രത്യേക സംരക്ഷകനായ വിശുദ്ധ മിഖായേലേ, ദൈവനീതിയുടെ പാലകനായ വിശുദ്ധ മിഖായേലേ, ദൈവത്തിന്റെ സർവ്വസൈന്യാധിപനായ വിശുദ്ധ മിഖായേലേ, വിശുമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയുടെ മുഖ്യദൂതനും സർവ്വസൈന്യാധിപനുമായ മിഖായേൽ മാലാഖയുടെ മാംസം യാചിച്ചുകൊണ്ട് ദുഃഖിതരും ക്ലേശരും രോഗികളും ആകുലരുമായി ദാസർ തിരുമുമ്പിൽ അർപ്പിക്കുന്ന യാചനകളെ കരുണാപൂർവ്വം സ്വീകരിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. ദുശക്തികളെ ദൂരെയകറ്റുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അന്ധകാരം നീങ്ങും ദുർഘടവീതിയിൽ ഇടരാതെ നയിക്കണമേ. ദുഷ്ടതൻ കെണികളിൽ വീഴാതെ ഞങ്ങൾക്കായി കാവലാകേണമെന്നും. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാസം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്ദേശവാഹനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവവചനത്തിനനുസൃതമായി ജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായി തീരുവാൻ ദൈവനീതിയുടെ കാര്യസ്ഥനായ മുഖ്യദൂത ദൈവീയ പുണ്യങ്ങളും മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ ജീവിതം വഴി യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരുവാൻ ദുഷ്ടാരൂപിയെ പരാജയപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വിശുദ്ധ മിഖായേലേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തുവാനും ലോകത്തിന്റെ ദുരാശകളിൽ നിന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനും വിശുദ്ധരായി നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ വിശുദ്ധ മിഖായേലിന്റെ മാസത്തിലൂടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സർവാധിനാഥനാകും ദൈവത്തിൻ ദൂതനെ നീ ആശ്രയം തേടി വരും ഭക്തരെ കാത്തിടണേ. ഉന്നത സ്ഥാനീയനായി മേവുന്ന മിഖായേലേ, നിൻ
ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തിടണേ. സത്യസഭയെ നിത്യം കാക്കുന്ന സ്വർഗദൂത അരികിൽ നീയുണ്ടെങ്കിലോ ഭയമില്ലാതെല്ലുമെന്നും. മുഖ്യദൂതനും സർവസൈന്യാധിപനും മഹാപ്രഭുവുമായ വിശുദ്ധ മിഖായേലേ, ദൈവത്തിന്റെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തത്താലും കുരിശുമരണത്താലും വീണ്ടെടുത്ത സഭയെ പൈശാചിക ശക്തികളിൽ നിന്നും കാത്തു സംരക്ഷിക്കുവാൻ അങ്ങേ നിയോഗിച്ചിരിക്കുമല്ലോ. ക്ലേശകരവും അപകടകരവുമായ ഈ ലോക ജീവിതത്തിൽ തിന്മകളുടെ ശക്തികളോട് പോരാടുവാനും ദൈവനീതിക്ക് അനുസൃതം ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. രോഗങ്ങൾ, കടബാധ്യതകൾ, തഴക്കദോഷങ്ങൾ, കലഹങ്ങൾ, മാനസിക വ്യതകൾ തുടങ്ങിയ ജീവിത പ്രശ്നങ്ങളിൽ ഉഴലുന്ന ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങ് ദൈവത്തിന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ മാതാപിതാക്കന്മാർ, യുവതീവാക്കന്മാർ, ബാലികാബാലന്മാർ എന്നിവരെ തിന്മയുടെ ശക്തികളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ സഭാധികാരികൾ, രാഷ്ട്രീയാധികാരികൾ എന്നിവർക്ക് അങ്ങയുടെ സംരക്ഷണം എപ്പോഴും അരികിലുണ്ടായിരിക്കട്ടെ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങാണല്ലോ. ആകയാൽ പിശാചൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ വിശുദ്ധ സ്ലീബായെ അവഹേളിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ ക്ലേശമായ ഞങ്ങളുടെ മേലുണ്ടാകുവാനായി അതിന്റെ മുൻപിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുത്ത സഭയെ നാരിക ശക്തികളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യതനായ വിശുദ്ധ മിഖായേലിനെ സഭയുടെ കാവൽക്കാരനും സംരക്ഷകനുമായി അങ്ങ് നിയോഗിച്ചുവല്ലോ. അങ്ങയുടെ സർവ്വസൈന്യാധിപനായ മിഖായേൽ മാലാഖയുടെ പ്രത്യേക മാസം യാചിച്ചുകൊണ്ട് ഇപ്പോൾ തിരുമുമ്പിൽ സന്നിഹിതരായിരിക്കുന്ന ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേക്കൃപയുണ്ടാകണമേ. ഈ ലോക ജീവിതയാത്രയിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യഥകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മാനസികവും ശാരീരികവും സാമ്പത്തികമായ തകർച്ചകളിൽ നിന്നും തിന്മകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പിശാചിൻ്റെ പൈശാച ശക്തികളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കാൻ ഞങ്ങളുടെ മുഖ്യത്തിനോട് കൽപ്പിച്ചെല്ലണമേ. ലോകം മുഴുവൻ ഞങ്ങളുടെ സർവ്വസൈന്യാധിപനും മുഖ്യത്തിനുമായ മിഖായേൽ മാലാഖയെ അറിയുവാനും മാധ്യസ്ഥം യാചിക്കുവാനും ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവിടുത്തെ മുഖ്യത്തിൻ്റെ മാധ്യസ്ഥം വഴി സാധിച്ചുവരുമാറാകണമെന്ന് വിനീവറും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ഒക്കെ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആഴപ്പെട്ട അനുതാപത്തോടെ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെയണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെയണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ
സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനുഷ്യ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടം പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ലാഭത്തിൽ വീടാരുടെയാകരുത്, ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമുതലേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഏലിയാസ് ലീവ മൂശക്കാലം എടുക്ക്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശുദ്ധ പുരുഷൻ്റെ തണലിൽ അഭയം പ്രാപിക്കാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവേശ്വരായ എന്നേക്കും. കർത്താവിന്നപദാനങ്ങൾ കീർത്തിപ്പിൻ പുതുഗാനത്താൽ വാഴ്ത്തിപ്പാടി നമിക്കട്ടെ പാർത്തലമെല്ലാം ഉടയവനെ. വാനവിധാനം ദൈവത്തിൽ നീതിനിദാനം കീർത്തിപ്പൂ വിധികർത്താവാമവിടുത്തെ സന്നിധി ചേർന്നു വണങ്ങിടാം. നാഥൻ വാണരുളിയിടുന്നു ഭൂവിനു കൈവരുമാനന്ദം. നീതിയിൽ അതുപോൽ ന്യായത്തിൽ സ്ഥാപിതം അവനുടെ അധികാരം. രക്ഷയവൻ വെളിവാക്കി മുതാ നീതി ജനങ്ങളെ അറിയിച്ചു. ആദരപൂർവം കർത്താവിൻ നാമം വാഴ്ത്തി പാടിടുവിൻ. നീതിവിധിക്കായി തിരുനാഥൻ ആഗതനാകുന്നീ ധരയിൽ. അവനീ ലോകം മുഴുവനെയും ന്യായം നോക്കി വിധിച്ചിടും. താതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും
അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഉത്തമമാവുന്നു അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കുമാമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. തലവനിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കുമാമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന.
ദൈവം അനുഗ്രഹിക്കട്ടെ. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിൻ്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായി എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയുമില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി, പുരാതനനായവൻ ഉപവിഷ്ടനായി. അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ തവളം, തലമുടി നിർമ്മലമായ ആട്ടിൻരോമം പോലെ. തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം. അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവൻ്റെ മുമ്പിൽ നിന്നു. ന്യായാധിസഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. കൊമ്പിൻ്റെ വൻപ് പറച്ചിൽ കേട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു. അതിൻ്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു. അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. മറ്റു മൃഗങ്ങളുടെ ആധിപത്യം എടുത്തുമാറ്റപ്പെട്ടു. എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും ഒരു സമയത്തേക്കും നീണ്ടു നിന്നു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാമിന്നീ വേദികയിൽ. കൺകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉൾഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാമെന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാമെന്നീ വേദികയിൽ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം മിശിഹ അനുഗ്രഹിക്കട്ടെ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആവട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിയിടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. തൃക്കരമതിനാൽ എന്നെ മെനഞ്ഞു, നിന്നിയമത്തിൽ ശിക്ഷണമേകി. തിരുനിരത്തിൽ പ്രത്യാശിക്കും, എന്നിൽ നിഞ്ജനമാനന്ദിക്കും. വാഗ്ദാനം പോൽ ദാസനു നിന്നോട് സാന്ത്വനമേകാൻ കനിയണമേ നീ. ഹല്ലേലൂയ പാടിയിടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. മത്തായി ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും അവരെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കലെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോകുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകുമെന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ഇരിക്കുക. ലോകം അവസാനിക്കും എന്നുള്ളത് ശാസ്ത്രം ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഈ ലോകാവസാനം എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് എല്ലാവർക്കും ഉത്കണ്ഠ. ഓരോ വർഷങ്ങളും കടന്നു വരുമ്പോൾ ഈ വർഷം അവസാനിക്കും, അല്ലെ അടുത്ത വർഷം അവസാനിക്കും എന്ന് മനുഷ്യരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതനുസരിച്ച് ഒത്തിരി ട്രോളുകൾ വരികയും ചെയ്യും. ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അധികം കേൾക്കുന്നില്ല. അല്ലെങ്കിൽ
എന്തേലും സംഭവത്തോടനുബന്ധിച്ച് ലോകാവസാനം പ്രവചിക്കുന്ന ഒരു പൊതുവായ ധാരണ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ലോകാവസാനം സംബന്ധിച്ച് ഈശോ നൽകുന്ന ബോധ്യം എന്താണ് എന്നാണ് ഇന്നത്തെ വചനഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേക ദിവസത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. മത്തായി 24:36 ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്ക് പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. അത്രമാത്രം അത് അഗ്രാഹ്യമായ ഒരു യാഥാർത്ഥ്യമായിട്ടാണ് ഈശോ അവതരിപ്പിക്കുന്നത്. നമ്മളെ ഈ ലോകാവസാനത്തെക്കുറിച്ചൊന്നും കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈശോ വീണ്ടും വരും എന്നുള്ളത് അസന്നിഗ്ധമായ ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസത്തിൽ പ്രമാണത്തിൽ നമ്മളത് ഏറ്റുചൊല്ലുന്നതാണ്. ഇവിടെ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശശക്തികൾ എളുകയും ചെയ്യും. ഇതൊക്കെ സയൻസും അംഗീകരിക്കുന്ന കാര്യമാണ്. കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം എനർജി സപ്ലൈ അവസാനിച്ചു പോകും. നമ്മൾ കാണുന്ന യൂണിവേഴ്സിനെക്കുറിച്ചൊന്നും നമുക്കൊരു പൂർണ്ണമായ ധാരണയില്ല. യൂണിവേഴ്സ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു കൂട്ടർ, യൂണിവേഴ്സ് ഇതുകൂടാതെ മറ്റൊരു യൂണിവേഴ്സ് അഥവാ മറ്റൊരു പ്രപഞ്ചം ഉണ്ടെന്ന് മറ്റൊരു കൂട്ടർ, ഇനിയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ഒത്തിരിയേറെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നറിയുക. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഇപ്പോൾ പ്രത്യേകിച്ചും ഏലിയാ, സ്ലീവ, മൂശക്കാലത്തെ മുഖ്യമായിട്ടുള്ള ധ്യാന വിഷയം സ്ലീവായാണല്ലോ. സ്ലീവായുടെ പെരുന്നാൾ അഥവാ സ്ലീവ എന്ന് പറയുന്ന കുരിശിൻ്റെ പുകഴ്ച. ഈ കുരിശെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചൊരു വ്യക്തിയല്ല എന്നും അതൊരു വസ്തുവല്ല എന്നും അതൊരു വ്യക്തിയാണെന്നും മിശിഹായുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഉത്ഥാനം ചെയ്ത മിശിഹായുടെ പ്രതീകമായിട്ടാണ് സ്ലീവായെ കാണുന്നതെന്നും ഏലിയാ സ്ലീവ മൂശക്കാലത്തെ മുഖ്യ ചിന്ത ഈശോ താബോറിൽ മോശയ്ക്കും ഏലിയായ്ക്കുമൊപ്പം അപ്പസ്തോലന്മാർക്ക് നൽകിയ ദർശനമാണെന്നും ഈശോയുടെ മരണാനന്തരം ഈശോ ഉത്ഥാനം ചെയ്യും, ഉത്ഥാനത്തിൽ അവിടുന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു മുന്നാസ്വാദനം നൽകിയതാണെന്നുമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ കാലത്തെ മുഖ്യമായിട്ടുള്ള ചിന്തയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം. ഈ പ്രപഞ്ചവും ഈ പ്രകൃതിയും നമ്മൾ കാണുന്ന ഈ ഭൂമിയും സർവ്വചരാചരങ്ങളും ഒരിക്കലും ഇല്ലായ്മയായി നശിച്ചു പോകും. മനുഷ്യരെല്ലാവരും, മനുഷ്യവർഗം മുഴുവനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വിധിക്ക് വിധേയപ്പെടും. നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷയിലെ വായനയിൽ ശ്രദ്ധിക്കുന്നത് പോലെ അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ആരും മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുവിൻ. അത് അപ്പസ്തോലൻ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ മരിച്ചവരായിരിക്കും ആദ്യം ഉയർത്തെഴുന്നേൽക്കുക, അവരോടൊപ്പം ജീവിച്ചിരിക്കുന്നവരും ദൈവസന്നിധിയിൽ നിർത്തപ്പെടും. മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നന്മ ചെയ്തവരൊക്കെ ഈശോയുടെ വലതു ഭാഗത്തും തിന്മ ചെയ്തവർ ഇടത് ഭാഗത്തുമായിട്ട് നിർത്തപ്പെടും എന്നാണല്ലോ. അതിനെ സംബന്ധിച്ചാണ് വിധിയൊക്കെ ഉണ്ടാവുക. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശക്കുന്നവർ, ദാഹിക്കുന്നവർ, പരദേശികളായിരിക്കുന്നവർ, വേദനിക്കുന്നവർ, രോഗികൾ, ഇവരോടൊക്കെ നമ്മളെ കാരാഗൃഹവാസികൾ, ഇവരോടൊക്കെ എങ്ങനെ നമ്മൾ പ്രതികരിച്ചു എന്നുള്ളതായിരിക്കും നമ്മുടെ നന്മയുടെ മുഖ്യമായിട്ടുള്ള മാനദണ്ഡം എന്നൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണ്? മഹത്വപൂർണ്ണനായിട്ട് മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ അവനെ എതിരേൽക്കാനായിട്ടുള്ളവരാണ് ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അവിടുത്തെ വലതുഭാഗത്ത് നിൽക്കാൻ തക്ക വിധത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോടും വേദന സഹിക്കുന്നവരോടും ഒക്കെ നമ്മൾ സഹതാപത്തോടും കരുണയോടും കൂടി പെരുമാറുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള ചിന്ത. ഒരു സെൻസ് ഓഫ് കമ്പാഷൻ,
കാരുണ്യത്തിൻ്റെ ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കുക ആണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ക്രിസ്തീയതയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോടും പ്രവർത്തിക്കുവിൻ. അതിനെ പൊതുവായിട്ട് ഗോൾഡൻ റൂൾ എന്നാണ് വിളിക്കുന്നത്. സുവർണ നിയമം ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമാണ്. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ മറ്റുള്ളവരോട് പ്രവർത്തിക്കുക. അതിനകത്ത് സമസ്ത നിയമവും പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിശദീകരണം. ക്രിസ്തീയതയുടെ ഒരു മനോഹാരിത, ക്രിസ്തീയ സാമൂഹിക ജീവിതം എങ്ങനെയായിരിക്കണം, ഭവന ജീവിതം എങ്ങനെയായിരിക്കണം, വ്യക്തി ജീവിതം എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ഈശോ ഈ 3 വർഷത്തിനുള്ളിൽ പ്രബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ചും ഞാൻ ചിലപ്പോഴെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ് ഈശോയുടെ മുഖ്യമായിട്ടുള്ള പ്രബോധനങ്ങളുടെ ഒരു ബ്രീഫായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രഘോഷണം. ആ ഭാഗം വായിച്ചാൽ, 5, 6, 7 അധ്യായങ്ങൾ വായിച്ചാൽ വ്യക്തിജീവിതം എങ്ങനെയായിരിക്കണം, സമൂഹ ജീവിതം എങ്ങനെയായിരിക്കണം, കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം വളരെ ലളിതമായിട്ട് വളരെ കുറച്ച് വാക്കുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ അധ്യായങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കുന്ന നന്നായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്, മറ്റ് മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായിട്ട് എല്ലാവരും എടുത്തു കാണിക്കുക, ഇതര മതസ്ഥർ പോലും എടുത്തു കാണിക്കുക, ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ സ്വന്തം ജീവിതത്തിൽ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിച്ചയാളാണ്. അതായത് ജീവിതവും സംഭാഷണവും തമ്മിൽ, അകവും പുറവും തമ്മിൽ മാറ്റമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈശോ. അതുകൊണ്ടാണ് ഈശോയുടെ പേരിൽ ആർക്കും ഒരു തെറ്റും ആരോപിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈശോ ഇടയ്ക്ക് തൻ്റെ ശ്രോതാക്കളോട് പറയുന്നുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാനായിട്ട് പറ്റും, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ പറ്റും. പാപമെന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവഹിതം നമ്മൾ അറിയുന്നത് ദൈവകൽപ്പനകളിലൂടെയാണ്. അപ്പോൾ ദൈവകൽപ്പനകളനുസരിച്ച്, ദൈവപ്രമാണങ്ങളനുസരിച്ച് പൂർണ്ണമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഈശോ. അതുകൊണ്ടാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത്, മറിച്ച് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈശോ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പഴയ നിയമകാലത്തെ നിയമങ്ങളെ അപ്പാടെ ഈശോ അബോളിഷ് ചെയ്തു, മാറ്റിമറിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എന്താണ്, അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ് എന്ന് ഈശോ വ്യാഖ്യാനിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെ കൊല്ലരുത് എന്ന് 10 കൽപ്പനയ്ക്കകത്തുണ്ട്. പഴയ നിയമകാലത്തെ ഉള്ള ഒരു നിയമമാണ്. ഈശോ പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നത് പോലും തെറ്റാണ്, സഹോദരനെതിരെ ദൂഷണം പറയുന്നത് പോലും തെറ്റാണ്. അതാണ് ഈശോയുടെ പോളിസി. ഈശോ പലപ്പോഴും നമ്മൾ ഈ കോപത്തെ അത്ര വിശാലമായിട്ട്, അല്ലെങ്കിൽ ദേഷ്യത്തെ അത്ര വിശാലമായിട്ട് വ്യാഖ്യാനിക്കാറില്ല എന്നുള്ളത് നമ്മുടെ ഒരു പോരായ്മയാണ്, നമ്മുടെ ഒരു പരിമിതിയാണ്. അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ച്, ധർമ്മദാനത്തെക്കുറിച്ച് ഒക്കെ ഈശോ പറയുന്നത് കേൾക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ധർമ്മദാനം അനുഷ്ഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പ്രശംസ ലഭിക്കാനായിട്ട് പൊതുനിരത്തുകളിൽ വെച്ച് നമ്മൾ പബ്ലിക്കായിട്ടെല്ലാം കൊടുത്തിട്ട് കാര്യമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോഴിന്ന് ഈ ചാരിറ്റി, ഇത് ക്രിസ്തീയത വളർത്തിക്കൊണ്ട് വന്നതാണ് ഈ ചാരിറ്റി എന്നൊക്കെ പറയുന്നത്, ജീവകാരുണ്യം ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷേ അതൊക്കെ വളരെ പബ്ലിക്കായിട്ട് ചെയ്യുകയും അതിൻ്റെ കയ്യടി മേടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ ചുരുക്കമായിട്ടെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈശോ ഒരിക്കലും അതിനെ പിന്താങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതാണ് പഴയ നിയമ കാഴ്ചപ്പാടും പുതിയ നിയമത്തിൽ ഈശോയുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം. വീണ്ടും പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കുക. 6-ാം അധ്യായത്തിലാണ് ഇതൊക്കെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അക്കാലത്തൊക്കെ യഹൂദ സമൂഹത്തിലും നിലനിന്നിരുന്ന കാര്യമാണ് ഈശോ പറയുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു.
എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതായത് മുറിയിൽ കയറുക, കഥ അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഒരു വ്യക്തിയും അറിയാതെ തന്നെ എന്തുകൊണ്ട് പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാനായിട്ടുള്ള വലിയൊരു പ്രാർത്ഥനക്കാരനാണ് എന്നുള്ളത് ഉള്ള ഒരു അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കാൻ പാടില്ല. മറിച്ച് പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള സംഭാഷണമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാർത്ഥനയിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മൾ കീർത്തനങ്ങൾ ആലപിക്കുകയാണെങ്കിലും എല്ലാം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ കീർത്തനങ്ങൾ ആലപിക്കുന്നത്, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടാണ്. നമ്മുടെ സ്വരം മറ്റുള്ളവർ കേൾക്കണം എന്നുള്ളതായിരിക്കാൻ പാടില്ല. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരിക്കണം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഉപവാസത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. അതൊക്കെ അന്നത്തെ കാലത്ത് സർവ്വസാധാരണമായിരുന്നു. തങ്ങൾ ഉപവസിക്കുന്നത് അന്യരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുക. എന്നാൽ നീ ഉപവസിക്കുന്ന അദർശനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യമായി അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ശിരസിൽ തൈലം പൂശുക, മുഖം കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഞാനിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നും പറഞ്ഞ് മുഖം വാടി നടക്കുന്ന മനുഷ്യരുണ്ട്. എനിക്കിന്ന് ഉപവാസമാണ്, മുഖം വാടിയിരിക്കുന്നു. ആ വാട്ടമുഖമായിട്ട് നീ നടക്കരുത്. മുഖം കഴുകുകയും മുടിയിൽ തൈലം പുരട്ടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നീ പ്രസരിപ്പോടുകൂടി, നീ ഉപവസിക്കുന്ന ദിവസം ആരോടും പറയേണ്ട ആവശ്യമില്ല. അത് പ്രസരിപ്പോടുകൂടി നീ അപ്പിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതായത് മറ്റുള്ളവരുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് നിൻ്റെ സ്പിരിച്വാലിറ്റിയെ നീ രൂപപ്പെടുത്തരുത്. മറിച്ച് നിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള നിൻ്റെ ബന്ധമാണ്. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കണം നിൻ്റെ ജീവിത ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സെൻസ് ഓഫ് പ്യൂരിറ്റി, സെൻസ് ഓഫ് വെനറേഷൻ, ആ വിശുദ്ധിയുടെയും ആരാധനയുടെയും ഒരംശം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ഇടയിലൊക്കെ പല ആളുകളും ഇങ്ങനെ ജീവകാരണം കൊടുക്കുന്നവരുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ വളരെ നന്നായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവരാരോടും അത് അധികം വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അത് വലിയൊരു മാറ്റമാണ്. ആത്മീയതയിലൊക്കെ വലിയ ഒരു മാറ്റത്തിൻ്റെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് ഉപകാരം ചെയ്യുന്നവർ, അല്ലെങ്കിൽ രോഗികളെ സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. അതായത് നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു നിലപാട് ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം പ്രദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഏലിയാ സ്ലീവ മൂശക്കാലത്ത് സ്ലീവായെ മഹത്വപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. ഈശോയെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞ പോലെ പരമാവധി ജീവിക്കാനായിട്ട് ശ്രമിക്കുക, ഈശോയെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യത്തിലും ഈശോയെ അനുകരിക്കുകയും അടുത്ത് അനുധാവനം ചെയ്യുകയും ചെയ്യുക. അതാണ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് അതാണ്. ഈശോ ഇങ്ങോട്ട് വന്നിട്ട്, ദൈവമായിരുന്ന ഈശോ മനുഷ്യൻ അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് ഈശോ തൻ്റെ സംഭാഷണം കൊണ്ടും തൻ്റെ പെരുമാറ്റം കൊണ്ടും വ്യക്തമാക്കുകയാണ്. ഈ 3 വർഷത്തെ പരസ്യജീവിത കാലത്ത് അതാണ് സംഭവിച്ചത്. അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ പോലും പരാതികളില്ലാതെ ദൈവത്തെ സ്വന്തം ജീവിതത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കട്ടെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. അത് നമ്മുടെ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന് മാറ്റുകൂട്ടുകയും മാലാഖായുടെ മഹത്വത്തിലേക്ക് നമ്മളെ ഉയർത്താനായിട്ട് പര്യാപ്തരാക്കുകയും ചെയ്യുന്നതെന്ന് തിരിച്ചറിയാം. ഈ ആഴ്ചയിലെ അറിയിപ്പുകൾ ഏലിയാ സ്ലീവ മൂശക്കാലം 5-ാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വേദപ്രചാരം ലഭിച്ചത് 11,924 രൂപയാണ്. അതുപോലെ നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിൽ 4-ാം ആഴ്ചയിൽ ഹോമിഷ്യനായിരുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഭവനങ്ങൾ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സന്ദർശിക്കാനായിട്ടിടയായി. തിരക്കില്ലാത്ത കുടുംബങ്ങൾ, അതായത് പലരും എവിടെയെങ്കിലും വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വീടുകളിൽ പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത് ഭംഗിയാക്കി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും കൈക്കാരന്മാർ, കൂട്ടായ്മ ലീഡേഴ്സ്, PRO, ഭക്ഷണം നൽകി സഹകരിച്ചവർ, ഇവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു.
ഇങ്ങനത്തെ ഒരു സമൂഹത്തെ ഒന്ന് വൈബ്രൻ്റ് ആക്കാനായിട്ട് ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ സഹായിക്കും നമുക്കറിയാമല്ലോ. എല്ലാറ്റിനും ഉപരിയായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് ഭംഗിയാക്കിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പുതിയ കുടുംബക്കൂട്ടായ്മ പ്രാർത്ഥനാ സഹായി പുസ്തകം സിസ്റ്റേഴ്സ് വീടുകളിൽ നൽകിയല്ലോ. അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. നമ്മുടെ മാതൃവേദി പ്രവർത്തകർ ഏതാണ്ട് 12,000 രൂപയോളം സംഭാവന ചെയ്താണ് ഈ പുസ്തകം വാങ്ങി എല്ലാ ഭവനങ്ങളിലും എത്തിക്കാനായിട്ടിടയായത്. മാതൃവേദിക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും സിസ്റ്റേഴ്സ് വന്നപ്പോൾ വീടുകളിലില്ലായിരുന്നവർക്ക് ഒരുപക്ഷെ പുസ്തകം കിട്ടിക്കാണുകയില്ല. അവർക്ക് വേണ്ടിയ പുസ്തകങ്ങൾ കൈക്കാരന്മാരുടെ ഓഫീസിലുണ്ട്, അത് അവിടുന്ന് വാങ്ങാവുന്നതാണ്. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ ചില കോപ്പികൾ ചിലർ ആവശ്യപ്പെട്ടു എന്ന് കേട്ടു. അങ്ങനെയുള്ളവർക്ക് വില കൊടുത്ത് ഇത് വാങ്ങാവുന്നതാണ്, അതും ഓഫീസിൽ കിട്ടുന്നതാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുസ്തകമാണ്. നമുക്ക് യൂസേഴ്സ് ഫ്രണ്ട്ലിയാണ്, കുറച്ചുകൂടെ ഉപയോഗിക്കാനായിട്ട് എളുപ്പമുള്ളതാണ്. ഒരു ദിവസത്തെ പ്രാർത്ഥനയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, റംഷാ പ്രാർത്ഥന. നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ ഈ റംഷാ പ്രാർത്ഥനയാണ്. കളഞ്ഞത് നമ്മളത് വീണ്ടെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീടുകളിൽ സാധിക്കുന്നവരൊക്കെ സമയം അല്പം ഉണ്ടെങ്കിൽ വൈകിട്ട് റംഷാ പ്രാർത്ഥന കൂടെ ചെല്ലുന്നത് വളരെ നന്നായിരിക്കും. അത് ചെറിയ പുസ്തകമായതുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് എളുപ്പമുണ്ട്. ഏതായാലും ജപമാല മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ഈശോയുടെ ജീവിതത്തിലൂടെ മാതാവിനോടൊപ്പം ഉള്ള ഒരു യാത്രയാണ് ജപമാല പ്രാർത്ഥന. അത് നമ്മൾ മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മാതൃവേദിയുടെയും സൺഡേ സ്കൂളിൻ്റെയും ഫൊറോന മത്സരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൽ പങ്കെടുത്തവർക്കും വിജയികളായവർക്കും പ്രത്യേകിച്ച് അനുമോദനങ്ങൾ നേരുന്നു. അടുത്ത ഞായറാഴ്ച നമ്മുടെ ഇടവ മധ്യസ്ഥൻ്റെ തിരുനാളാണ്. അതിന് ഒരുക്കമായിട്ടുള്ള നൊവേനയും ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാധിക്കുന്ന എല്ലാവരും അതിൽ പങ്കുചേരുന്നുണ്ട്. നമ്മൾ അതിൽ പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാലാഖയെ വന്ദിക്കുകയാണ് ചെയ്യുന്നത്. മാലാഖ ദൈവത്തോട് എന്തേരെ കമ്മിറ്റഡായിരുന്നു. എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിച്ച വ്യക്തിയാണ് മാലാഖ. അതുകൊണ്ടാണ് നമ്മൾ മാലാഖയെ വണങ്ങുന്നത്. മാലാഖയെ ആരാധിക്കുകയല്ല, വണങ്ങുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ഒരു സംവിധാനം മാത്രമല്ല, ദൈവഹിതാനുസൃതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മാലാഖ എന്നുള്ള തിരിച്ചറിവോടെ മാതൃക അനുകരിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്നോർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ചയാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം. രാവിലെയും ഉച്ചയ്ക്കും പരിശുദ്ധ കുർബാനകളുണ്ട്. ഉച്ചയ്ക്കത്തെ കുർബാനയാണ് തിരുനാൾ കുർബാനയായിട്ട് അർപ്പിക്കപ്പെടുക. അന്ന് വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത ഞായറാഴ്ച. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മുതൽ 3:30 വരെ പാരിഷ് ഹോളിൽ വെച്ച് ലോഗോസ് ക്വിസ് ഉണ്ടായിരിക്കും. അത് മലയാളി ക്രിസ്ത്യാനികളുള്ള എല്ലായിടത്തും വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു പരിശീലന പരിപാടിയാണ്. അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് പാരിഷ് ഹോളിൽ എത്തുവാനായിട്ടും ലോഗോസ് ക്വിസിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനകത്ത് എന്തേലും പോയിൻ്റ് കിട്ടി എന്നുള്ളതല്ല, വേദപുസ്തകം കുറേ കൂടെ വായിക്കാനായിട്ടും ജീവിക്കാനായിട്ടും ധ്യാനിക്കാനായിട്ടുമാണ് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ കുട്ടികൾ എല്ലാ ആഴ്ചയിലും ഒരു വചനം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേയേറെ കുട്ടികൾ അതിനോട് സഹകരിച്ചു പോകുന്നുണ്ട്. മുതിർന്നവർ ഒരുപക്ഷെ പഠിക്കുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരാഴ്ചയിൽ ഒരു വേദവചനമെങ്കിലും പഠിക്കുന്നത് എന്തൊരു വലിയ അനുഗ്രഹമാണ്. നമുക്കൊരു വർഷം ഒരു 50 വേദവാക്യങ്ങളെങ്കിലും പഠിക്കാൻ പറ്റും. നമ്മുടെ വിശ്വാസ പഠനത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും എല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് വേദപുസ്തകമാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ചും പുതിയ നിയമ വചനഭാഗങ്ങൾ കൂടുതലായിട്ട് പഠിച്ച് ധ്യാനിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ കൂടെ അത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ കുറേ കൂടെ വചനാധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ആഴ്ചയിൽ നമ്മൾ വചന പഠനത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യമാണ്. തോമാസ് സ്ലീഹായുടെ സംശയത്തിന് മറുപടിയായിട്ട് ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അരികയിൽ വരുന്നില്ല. വലിയ നല്ല ഒരു വചനം. എല്ലാ വചനങ്ങളും നല്ലതാണ്, നമുക്ക് കുറേ കൂടെ റിഫ്ലക്റ്റീവായിട്ടുള്ള ഒരു വചനമാണ്. ഈശോയിൽ ഈ കൊടുക്കുന്ന വചനങ്ങളെല്ലാം ഈശോയിൽ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. എക്സ്ക്ലൂസീവായിട്ട് ഈശോയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു ജീവിതമല്ല. അതുകൊണ്ട് നടക്കുന്ന വഴിയൊക്കെ പറ്റുന്നവരൊക്കെ ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന എന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുക. കുറഞ്ഞ പക്ഷം ഈശോ എന്നൊക്കെ പറയുമെങ്കിലും ചെയ്യുക. പണ്ടൊക്കെ നടക്കുന്ന വഴി കാലുമുട്ടുമ്പോൾ ഈശോ എന്ന് പറയണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു.
അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ കൊള്ളിയാൻ മിന്നുമ്പോൾ ഈശോ എന്ന് പറയണം എന്ന് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പേരൻസ് അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ വലിയൊരു കാറ്റക്കസിസാണ്. ഇത് വലിയ ഒരു വിശ്വാസ പരിശീലനം നമ്മുടെ വീടുകളിൽ ചെയ്തുകൊണ്ട് എന്നെയൊക്കെ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ നാച്ചുറലായിട്ട് തന്നെ ഞാൻ അറിയാതെയാണെങ്കിൽ പോലും ഈശോ എന്ന് പറയാറുണ്ട്. കാലം ഒന്ന് നടക്കുന്ന വഴി കാല് തന്നെയാണ് ഈശോ എന്നാണ് പറയുന്നത്, അല്ലാതെ അയ്യോ എന്നല്ല പറയുന്നത്. മനസ്സിലായോ? നമ്മൾ അയ്യോ എന്നല്ല പറഞ്ഞു പഠിക്കേണ്ടത്. അങ്ങനെയാണ് വീടുകളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വീടുകളിലും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പുതിയ തലമുറയെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതാണ് ദിസ് ഈസ് കാറ്റക്കസിസ്. ഇതാണ് വിശ്വാസ ജീവിത പരിശീലനം എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ബോധ്യം ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി ഇപ്പോൾ ഒരുത്തൻ വണ്ടി ഒന്ന് മുട്ടി, അല്ലെങ്കിൽ വണ്ടി നമുക്ക് സൈഡ് തന്നില്ല, ഉടനെ നമ്മൾ അവനെ തെറി പറയുക, വല്ല പ്രയോജനമുണ്ടോ? അവനും അറിയുന്നില്ല, നമ്മളും അറിയുന്നില്ല. അപ്പം ഈശോ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ, അവൻ ആ പാട്ട് പൊക്കോളും. മനസ്സിലായി? പക്ഷെ സൈഡ് കിട്ടിയില്ല. അതിന് പിന്നിൽ അവനെ അവിടെ നിർത്തിയിട്ട് അവിടെ അവനുമായിട്ട് കൊമ്പ് ഓർക്കുക. അത് ഈശോയിലുള്ള ഒരു ജീവിതമില്ല. അത് ക്ഷമയെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഇല്ല. പൊതുവിലല്ല, നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. ഈശോ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം സ്നേഹിക്കുക, രണ്ടാമത് പറഞ്ഞ കാര്യം ക്ഷമിക്കുക. ഈശോയുടെ ഏറ്റവും വലിയ 2 പോയിൻ്റ് ഇതാ: സ്നേഹിക്കുക, ക്ഷമിക്കുക. മനസ്സിലായോ? ക്ഷമയുണ്ടെങ്കിലേ ആൾക്ക് നോർമലാണെന്നുള്ളത് വരുന്നുള്ളൂ. നമ്മൾ ക്ഷമിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അബ്നോർമലായിട്ട് പോവുകയുള്ളൂ. നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്കി, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ചീത്ത പറയുന്നു, പശുവിനെ പോയി തെറി പറയുന്നു. പശു പിന്നെ കറക്കാൻ ചെന്നപ്പോൾ പശു തൊഴിച്ചു. അതിന് പശുവിനെ ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യം അതിൽ വല്ലതും മനസ്സിലാവും? ഇത് ഇത്രയും കാലം നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞു, വല്ല പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലെ ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും കുറിച്ച് കാണിച്ചു ഉടനെ ചീത്ത പറയുന്ന മനുഷ്യരുണ്ട്. ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യം. ആ സമയത്ത് ഈശോ എന്നൊന്ന് പറഞ്ഞു, ഒരു സൂർദേവൻ ചൊല്ല്, എന്തെങ്കിലും പ്രയോജനം, നിൻ്റെ ആത്മരക്ഷയ്ക്ക് അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു നോർമൽ ലൈഫിലേക്ക്, ഇതൊക്കെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. ദിവസങ്ങളിലാണ് ഇനിയും ഈ ആഴ്ചയിൽ കുർബാന വൈകിട്ട് 4:30 ആരാധനയും നൊവേനയും കുർബാനയും. ദിവസം എല്ലാം 4:30 ശുശ്രൂഷകൾ സാധിക്കുന്നവരെല്ലാം പങ്കുചേരും. ഈ ആഴ്ചത്തെ കൂട്ടായ്മകൾ ഇന്നത്തെ സെൻറ്റ് ഫ്രാൻസിസ് അസിസി കരുനാട്ട് ഈപ്പച്ചൻ്റെ ഭവനത്തിൽ 4:30, സെൻറ്റ് സെബാസ്റ്റ്യൻസ് തർപ്പേൽ ജോഷിയുടെ ഭവനത്തിൽ 4:30, സെൻറ്റ് മേരീസ് നടയിൽ വിജുവിൻ്റെ ഭവനത്തിൽ 5 മണിക്ക്, സെൻറ്റ് ജോസഫ്സ് കൂത്രപ്പള്ളിയിൽ സന്തോഷിൻ്റെ ഭവനത്തിൽ 4:30. ഇന്നു മുതൽ പുതിയ പ്രാർത്ഥനാ പുസ്തകം ഒന്ന് ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനകത്ത് അത് നമുക്ക് കുറേ കൂടെ ഉപയോഗിക്കാനായിട്ട് എളുപ്പമുണ്ട്. അത് കൃത്യം പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു വിവാഹ അറിയിപ്പുണ്ട്. ഈടവക നിലക്കത്താനം തോമസ് റാണി മകൻ ചാക്കോ എന്ന ജൂഡും പാലാ രൂപത എലിഞ്ഞി ജോസ്കിരി ഇടവക കാച്ചിറപ്പുത്തമ്പുരയ്ക്കൽ ജോജോ വിജി മകൾ മരിയയും തമ്മിലുള്ള വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏലിയാസ് ലീവ മൂശക്കാലത്തെ കാർസുസൈഡ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏലിയയുടെ തീഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ സഭാതനയരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിൻ്റെ മാർഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തിയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലിത്തിയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും
ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവുമായ മിശിഹായെ, ദൈവദൂതന്മാരിൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ നീ ആഗതനാകുമ്പോൾ വിശുദ്ധരോട് നിശുദ്ധനെ എതിരേൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തം കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അധികണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാവുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധ റുഹായുടെ കൃപാവരത്താൽ യഥാർത്ഥ ശുശ്രൂഷയുടെ കൃപകൾ കൈവപ്പോഴും നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്തായ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവൻ്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. നാഥാഞങ്ങൾക്കായി മോചനമേകാണി പീഠമൊരുക്കുന്നു. നന്മനമാനസരെല്ലാരും നിൻ തിരുസന്നിധി അണയുന്നു. പാപിക്കും നീങ്ങുന്നു പാപവിമോചകമീദാനം. ഈ ബലിയിൽ വാഴ്ത്താം നിൻ നാമം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേഫിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകമാരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വയം ആശീർവദിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്ക് യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാണ്, ന്യായവുമാണതു യുക്തവുമാണ്. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു.
ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിൻ്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫായേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനും സഭാ ശുശ്രൂഷകർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ.
എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച എല്ലാ പൂർവീകർക്കും വേണ്ടി കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും അനാഥരും പ്രവാസികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതർ, സഭാ ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ തൊലികാസപ്പെട്ട സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചു ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരട്ടെ. തലകുനിക്കാം. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എൻ്റെ അപരാധ നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങൾ തന്നെ ശുദ്ധീകരിക്കണമേ. പരിമള സസ്യങ്ങളുടെയും സൗന്ദര്യങ്ങളുടെയും നാഥ, വാഗ്ദാന പേടകത്തിൻ്റെ താൽക്കാലിക കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഗമനർപ്പിച്ച് ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപങ്ങെ പ്രസാദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന് ദൈവപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായി ബലിപീഠത്തിന് മുമ്പ് നിൽക്കുന്ന ഈ ശുശ്രൂഷകരെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലറുടെ സാദൃശ്യത്തോടുത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായി തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും
ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതിൽ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ ദുരിവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ ഉന്നതദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു. പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിന്റെ വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിൻ്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരുവിയിൽ നിന്നും എൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വയം ആശീർവദിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ.
വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വയം ആശീർവദിക്കാൻ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ ഈശോമിശിഹായുടെ കൃപാവരമോടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, പാപങ്ങൾ മോചിച്ച് ജീവൻ പ്രദാനം ചെയ്യുന്ന ഈ രഹസ്യത്തിൽ പങ്കുകാരാകുവാൻ. ഇത് ജീവൻ മറിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യമാകുന്നു. അർഹതയുള്ളവന് ഇത് എല്ലാ നന്മകളും നൽകുന്നു. നമ്മെ വിശുദ്ധീകരിക്കുകയും നമുക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്ന ഈ ദാനം നിർമ്മല ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. സക്രാരിതന്നിലെ തിരുവോസ്തിരൂപത്തിൽ സർവേശ്വരനെ ക്ഷണിച്ചു. സക്രാരിതന്നിലെ തിരുവോസ്തിരൂപത്തിൽ സർവേശ്വരനെ ക്ഷണിച്ചു. തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുനീളം സമ്മാനമായി എനിക്കേകി. അപ്പമാത്മാവിന്റെ വിശപ്പടക്കിടുമ്പോൾ നീ എൻ്റെ ഉൾത്താരിൽ നാവന്റെ. സക്രാരിതന്നിലെ തിരുവോസ്തിരൂപത്തിൽ സർവേശ്വരനെ ക്ഷണിച്ചു.
സർവേശൻ എന്നെ ക്ഷണിച്ചു. ചിന്നിടം വാർന്നൊരി മുൾവഴി നിറയെ ചിന്താമരപ്പൂക്കൾ വിരിച്ചുവല്ലോ. ചിന്നിടം വാർന്നൊരി മുൾവഴി നിറയെ ചിന്താമരപ്പൂക്കൾ വിരിച്ചുവല്ലോ. എന്റെ ഇടം തോളിൽ ഏറിയ കുരിശിനു നീ വരം തോളു നൽകി. എന്റെ ഇടം തോളിൽ ഏറിയ ജീവിതം കുരിശിനു നീ വരം തോളു നൽകി. എന്റെ ദുഃഖങ്ങളെല്ലാം നീ അകറ്റി. സക്രാരി തന്നിലെ തിരുവോസ്തിരൂപത്തിൽ സർവേശൻ എന്നെ ക്ഷണിച്ചു. തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുനീണം സമ്മാനമായി എനിക്കേകി. അപ്പമാത്മാവിന്റെ വിശപ്പടക്കിടുമ്പോൾ നീ എന്റെ ഉൾത്താരിൽ ദാഹമകറ്റി. സക്രാരി തന്നിലെ തിരുവോസ്തിരൂപത്തിൽ സർവേശൻ എന്നെ ക്ഷണിച്ചു.
പ്രതീക്ഷയായ മിശിഹായേ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ തന്നെ എതിരേൽക്കുകയും നിന്റെ അഭിഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോട് ഒരുമിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നയിക്കുമേൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാസുതനീശോയേ, ദാസന്റേതുപോൽ സൃഷ്ടാവിൻ്റെയും സാദൃശ്യം നീ നിനയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ. നിന്റെ മാംസനീടങ്ങളാൽ പാപമോചനം നേടി ധന്യരായി. വാനമേഘത്തിൽ നീ വരും നാളിൽ നിന്നെ എതിരേൽപ്പിനായി. നിന്റെ മുൻപിൽ വരാനും വാനവ വൃന്ദമോർത്തു നിരന്തരം നിൻ സ്തുതി ഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. നിൻ സ്തുതി ഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ വിശുദ്ധ പുരുഷന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താനും അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ ഈ ദിവ്യരഹസ്യങ്ങളുടെ നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്നതിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ സ്വഭാവത്തിൽ എത്തിച്ചേരാൻ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സുദീർഘവും പരിശുദ്ധവും ജീവദായകവുമായ ശരീരരക്തങ്ങൾ വഴി തൻ്റെ മഹത്വത്തിൽ നമ്മെ പങ്കുകാരാക്കി കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതത്തിലോടി വന്നു സ്വർഗീയ സൈന്യാധിപാ ദൂതനാമികായേലേ, മാധ്യസ്ഥം തേടി വരും ഞങ്ങളെ കാത്തിടണേ. മാലാഖവൃന്ദത്തിൻ്റെ മുഖ്യനാം ദൈവദൂതാ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ കാത്തിടണേ.
സന്ദേശവാഹകനായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്വർഗീയ സൈന്യാധിപാ ദൂതനാമിക്കായേലേ മാധ്യസ്ഥം തേടി വരും ഞങ്ങളെ